ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലമാണ്. VK ശ്രീകണ്ഠന് സിറ്റിംഗ് MP-ക്ക് സീറ്റ് നിലനിർത്താനാകുമെന്നറിയണം. UDF-ന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ശ്രീകണ്ഠൻ എത്രത്തോളം വോട്ടുകൾ നേടിയിട്ടുണ്ടെന്നത് നിർണായകമാണ്. CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗത്തെ തന്നെയാണ് വിജയരാഘവനെ തന്നെയാണ് ഇടതുമുന്നണി രംഗത്തിറക്കിയിരുന്നത്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ ശക്തമായ മത്സരമാണ് അവിടെ കാഴ്ചവെക്കുകയും ചെയ്തത്. BJPക്ക് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലത്തിൽ എങ്ങനെയായിരിക്കും ഫലം എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇക്ബാൽ അറക്കൽ ചേരുന്നു പാലക്കാട് നിന്നും. ഇക്ബാൽ, VK ശ്രീകണ്ഠന് അത്രത്തോളം കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല ഇത്തവണ. സിറ്റിംഗ് MP എത്രത്തോളം ഭൂരിപക്ഷത്തിൽ ജയിക്കുകയാണെങ്കിൽ എത്രത്തോളം ഭൂരിപക്ഷം എന്നാണ് കണക്കുകൂട്ടുന്നത്. ഒപ്പം C കൃഷ്ണകുമാർ എന്ന കരുത്തനായ NDA സ്ഥാനാർത്ഥി എത്രത്തോളം വോട്ട് പിടിക്കും? വിജയരാഘവന് എത്രത്തോളം പ്രതീക്ഷയുണ്ട് മണ്ഡലത്തിൽ? വിനീത, ഇത്തവണത്തെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ പോളിംഗ് ശതമാനം പാലക്കാട് കുറവായിരുന്നു. കഴിഞ്ഞ തവണ 77% കൂടുതൽ വോട്ടുകൾ പാലക്കാട് പോൾ ചെയ്തിരുന്നു. അത് ഇത്തവണ 73%-ത്തിലേക്കാണ് കുറഞ്ഞത്. ഏകദേശം 4% വോട്ടുകൾ കുറഞ്ഞു. ഇത് ആരെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്ന കാര്യമാണ് ഇനി അറിയേണ്ടതുള്ളത്. ഏറ്റവും വലിയൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നിലവിലെ സിറ്റിംഗ് MP-യും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും ക്യാമ്പെല്ലാം ഉള്ളത്. കഴിഞ്ഞ തവണ ലഭിച്ച ഭൂരിപക്ഷത്തിനേക്കാൾ ഇരട്ടി ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയുമെന്നാണ് VK ശ്രീകണ്ഠൻ പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ആത്മവിശ്വാസം കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഉണ്ടാവുന്നതെന്ന് പരിശോധിക്കുമ്പോൾ അവർ കൃത്യമായി പറയുന്നു എവിടെയൊക്കെ അടിയൊഴുക്കുകൾ സംഭവിക്കുമെന്നും അല്ലെങ്കിൽ എവിടെയൊക്കെ വോട്ട് ചോർച്ചകൾ സംഭവിക്കുമെന്ന കാര്യങ്ങൾ തങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കൃത്യമായി പരിശോധിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. അതിനനുസരിച്ചുള്ളൊരു പ്രവർത്തനമാണ് തങ്ങൾ തെരഞ്ഞെടുപ്പിൽ കാഴ്ചവെച്ചത്. അത് ഗുണം ചെയ്തു. അതിനനുസരിച്ചുള്ളൊരു ജനവിധിയും ഉണ്ടാകും. അതാണ് തങ്ങളുടെ ആത്മവിശ്വാസവും. VK ശ്രീകണ്ഠൻ ഇത്തവണയും പാലക്കാട് മണ്ഡലം കയ്യിലൊതുക്കിക്കൊണ്ട് പാർലമെന്റിലേക്ക് നടന്നു നീങ്ങുമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ഒരുമിച്ച് പറയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് CPM-ന്റെ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് പാലക്കാട് പിടിച്ചെടുത്തേ മതിയാവും. വർഷങ്ങളോളം CPM-ന്റെ കയ്യിലുണ്ടായിരുന്ന ഇടതുകോട്ട എന്ന പേരുണ്ടായിരുന്ന മണ്ഡലമായിരുന്നു പാലക്കാട് ലോക്സഭാ മണ്ഡലം. അപ്രതീക്ഷിതമായാണ് കഴിഞ്ഞ തവണ VK ശ്രീകണ്ഠനിലൂടെ മണ്ഡലം UDF-ന്റെ കൈകളിലേക്ക് മാറിയത്. അത് എങ്ങനെയെങ്കിലും പിടിച്ചു കൊണ്ടുവരണമെന്ന ലക്ഷ്യത്തോടു കൂടിയാണ് LDF വിജയരാഘവനെ പോലുള്ള CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗത്തെ പാലക്കാട് ഇറക്കി കളിച്ചത്. അത് വല്ലാത്ത രീതിയിൽ ഗുണം ചെയ്തു എന്നാണ് CPM-ന്റെ കണക്കുകൂട്ടൽ. പാലക്കാട് ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയ റിപ്പോർട്ട് പ്രകാരം 50,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പാലക്കാട് വിജയിക്കുമെന്നാണ് പാലക്കാട് ജില്ലാ കമ്മിറ്റി നൽകിയിട്ടുള്ള റിപ്പോർട്ട്. അവർ പറയുന്നത് ഈ വോട്ടുകൾ കുറഞ്ഞിട്ടുള്ള പട്ടാമ്പി, മണ്ണാർക്കാട് അതുപോലെ തന്നെ പാലക്കാട് മണ്ഡലങ്ങളിൽ വോട്ട് കുറഞ്ഞത് തങ്ങൾക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യും. അതുപോലെ തന്നെ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളായ ഷൊർണൂരും ഒറ്റപ്പാലവും എല്ലാം വോട്ട് വർദ്ധിച്ചതും തങ്ങൾക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യും. തങ്ങളുടെ ഭൂരിപക്ഷം അത് 50,000-ത്തിലേക്ക് എത്തിക്കുമെന്നാണ് CPM-ന്റെ കണക്കൂട്ടൽ. നേരത്തെ വിനീത് സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു ശക്തിയാണ് BJP അല്ലെങ്കിൽ NDA എന്ന് പറയുന്നത്. കഴിഞ്ഞ തവണ അല്ലെങ്കിൽ 2014 ശോഭാ സുരേന്ദ്രൻ നേടിയതിനേക്കാൾ 80,000-ത്തിലധികം വോട്ടുകൾ C കൃഷ്ണകുമാർ 2019 നേടിയിരുന്നു. 2,17,000 വോട്ട് കൃത്യമായി തന്നെ NDA-ക്ക് പാലക്കാടുണ്ട്. എങ്ങനെയെങ്കിലും അതിൽ വലിയ രീതിയിലൊരു വർധനവ് കൊണ്ടുവന്ന് മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് NDA-യും പാലക്കാട് പങ്കുവെക്കുന്നത്. കാരണം തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ 1.5 വർഷം മുമ്പ് തന്നെ C കൃഷ്ണകുമാർ എന്ന NDA-യുടെ സ്ഥാനാർത്ഥി പാലക്കാട് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. അതെല്ലാം തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നൊരു വിലയിരുത്തലാണ് BJP ക്യാമ്പും. വിനീത, ശരി, LDF ഉറച്ച വിജയ പ്രതീക്ഷയുള്ള ഒരു മണ്ഡലമായി കണക്ക് കൂട്ടുന്നതാണ് പാലക്കാട്. എന്നാൽ ക്ലീൻ സ്വൈപ്പ് നേടുമ്പോൾ അതിൽ പാലക്കാട് ഉറപ്പായും ഉണ്ടാകുമെന്ന് UDF-ഉം കണക്ക് കൂട്ടുന്നു. BJP-യെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഇക്ബാൽ ചൂണ്ടിക്കാണിച്ചതുപോലെ C കൃഷ്ണകുമാർ ഏറെ മുൻപ് തന്നെ ഇതിൽ മണ്ഡലത്തിൽ തന്നെ സജീവ പ്രവർത്തനവുമായി ഉണ്ടായിരുന്നു. ഏതായാലും ഏറെ പ്രതീക്ഷയോടെ 3 മുന്നണികളും പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലം തന്നെയായി പാലക്കാട് മാറുകയും ചെയ്യുന്നു.